ഓൾ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ന്യൂ മോംസ് എസെൻഷ്യൽസിനെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് പേഴ്സണലി ഉപകാരപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ കാര്യം മാത്രമേ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ വാങ്ങിയ കുറേ പ്രൊഡക്ട്സ് യൂസ് പോലും ചെയ്തിട്ടില്ല, അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഞാനിതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ന്യൂ മോംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ്. ഞാനത് സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ സ്റ്റെറിലൈസറാണ്. ഞാൻ 3-in-1 ഡിജിറ്റൽ സ്റ്റെറിലൈസറാണ് യൂസ് ചെയ്തത്. അതിൽ നമുക്ക് ബോട്ടിൽസ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും, മിൽക്ക് വാമായിട്ട് വെക്കാൻ പറ്റും, അതേപോലെ ഫുഡും വാമായിട്ട് വെക്കാൻ പറ്റും. നമുക്ക് ഡെയിലി നമുക്ക് കുഞ്ഞിന് ബോട്ടിൽ ഫീഡാണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ബോട്ടിൽസ് കഴുകിയെടുക്കാൻ നല്ല പാടായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് ട്വിൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ബോട്ടിലുണ്ട്, അപ്പോൾ അതിൻ്റെ ആക്സസറീസ് ഉണ്ട്, അപ്പോൾ എല്ലാം കൂടെ നമുക്ക് പാടായിരിക്കും. സോ ഇതിൽ നമുക്ക് ബോട്ടിൽസും ആക്സസറീസും നിബ്ലർ എന്ത് വേണേലും നമുക്ക് ഇതിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മിൽക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല. സോ അതൊന്ന് റൂം ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ സൂക്ഷിച്ചാൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 38, 39, 40. ഞാൻ മോസ്റ്റ്ലി 40 വെച്ചിട്ടായിരിക്കും കുഞ്ഞിന് കൊടുക്കുന്നത്, അപ്പോൾ അവർക്ക് കുടിക്കാൻ പറ്റിയ ടെമ്പറേച്ചറായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 6 monthsന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രാവൽ ചെയ്യുകയാണ്, അപ്പം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഫുഡുണ്ട്, അപ്പോൾ നമുക്കതൊരു വാമായിട്ട് വെക്കണമെങ്കിൽ പോലും ഇതിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഞാൻ 2 ബോട്ടിൽസ് വെക്കാൻ പറ്റിയൊരു സ്റ്റെറിലൈസറാണ് യൂസ് ചെയ്തത്. അതിൽ അത്യാവശ്യം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളെല്ലാം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും, സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അത് 3 minutes മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 3, 4, 5 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര മിനിറ്റാണ് നമ്മുടെ ബോട്ടിൽസ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ ഇതെനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയ പ്രോഡക്റ്റാണ്. ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ പ്രോഡക്ട്സും ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് ജംപ് സ്യൂട്ട്സ് ആണ്. ബേബീസ് ജനിച്ച ഉടനെ തന്നെ നമുക്ക് നല്ല വാമായിട്ടായിരിക്കും അവരെ വെച്ചിരിക്കേണ്ടുന്നത്. സോ ഞാൻ രാത്രിയിലൊക്കെ ഇവർക്ക് ജംപ് സ്യൂട്ട്സ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഒറ്റൊരു ഡ്രസ്സ് നമുക്ക് ഇട്ട് കൊടുത്താൽ അത് അങ്ങനെ തന്നെ കിടന്നോളും. സോ ഞാൻ ഇപ്പോഴും അവർക്കത് യൂസ് ചെയ്യാറുണ്ട്. എല്ലാ ഏജിലും എനിക്ക് തോന്നുന്നു കിട്ടുന്നു. സോ ഇപ്പോഴും ഞാൻ രാത്രിയിൽ തണുപ്പുള്ള മഴയുള്ള സമയത്ത് അവർക്ക് ജംപ് സ്യൂട്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതൊരു നല്ല പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് മിറ്റൻസ്, ബൂട്ടീസ് ആൻഡ് ക്യാപ് സെറ്റാണ്. ക്യാപ്പ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, കാരണം മക്കൾക്ക് ക്യാപ്പ് അത്ര സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവർ എപ്പോഴും അവരുടെ തല വിയർക്കുമായിരുന്നു. സോ ക്യാപ്പൂടെ വെക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇറിറ്റേഷനായിട്ട് തോന്നി. സോ ഞാൻ അങ്ങനെ ക്യാപ്പ് വെച്ചിട്ടില്ല. ബട്ട് മിറ്റൻസും ബൂട്ടീസും ഞാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 3 months ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. ഞാൻ ഒരു 10 ജോഡി മിറ്റൻസും ബൂട്ടീസും സെറ്റെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സ്വാഡിൽ റാപ്പാണ്. കുഞ്ഞുങ്ങളെ ആദ്യത്തെ ടൈം തന്നെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. സോ അതിന് സ്വാഡിൽ റാപ്സ് അവൈലബിൾ ആണ്. 100% പ്യുവർ കോട്ടൻ്റെ സ്വാഡിൽ റാപ്പ് അവൈലബിൾ ആണ്. ഞാനൊരു ഏകദേശം 12 pieces വാങ്ങിയായിരുന്നു. നിങ്ങൾക്ക് ഒരു ബേബി ഉള്ളെങ്കിൽ ഒരു 5 to 6 pieces മതിയായിരിക്കും. സോ അതും ഇനിഷ്യൽ ഡേയ്സിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പോഴും ഞാൻ രാത്രി കാലത്തൊക്കെ പുതപ്പിക്കാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡയപ്പേഴ്സാണ്. ഞാൻ ക്ലോത്ത് ഡയപ്പേഴ്സോ അല്ലെങ്കിൽ തുണിയോ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നിട്ട് ഒരു 3-4 days മറ്റേ തുണി കൊണ്ട് ഇങ്ങനെ കെട്ടി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് നല്ല പാടായിരുന്നു, 2 പേരുണ്ടായതുകൊണ്ട് തന്നെ. സോ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത്. ഞാൻ കുറേ ഡയപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പല ബ്രാൻഡ്സിൻ്റെ. ബട്ട് എനിക്ക് നല്ല ക്വാളിറ്റിയും കുഞ്ഞുങ്ങൾക്ക് നല്ല കംഫർട്ടബിളും ആയിട്ട് തോന്നിയത് പാമ്പേഴ്സാണ്. ഇത് പാമ്പേഴ്സിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഡയപ്പർ റാഷ് ക്രീമാണ്. ഞാൻ എവറി ഡയപ്പർ ചേഞ്ചിന് ശേഷവും ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യാറുണ്ട്.
അതില്ലെങ്കിൽ ചിലപ്പോൾ റെഡ്നെസ്സോ ഇച്ചിങ്ങോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം ഈ 99% വാട്ടർ കണ്ടൻ്റ് ഉള്ള വൈപ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഫീഡിംഗ് പില്ലോയാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ബാക്ക് പെയിൻ ഒക്കെ കാണും. സോ ഫീഡിംഗ് പില്ലോ വാങ്ങുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ബാക്കിലും സപ്പോർട്ട് കിട്ടും. പിന്നെ കുഞ്ഞിനെ കിടത്തി നമുക്ക് ഫീഡ് ചെയ്യാനും ഈസി ആയിരിക്കും ഫീഡിംഗ് പില്ലോ ഉണ്ടെങ്കിൽ. നമുക്ക് പിന്നെ കുഞ്ഞ് കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ടമ്മി ടൈമിന് നമുക്ക് ഫീഡിംഗ് പില്ലോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ക്രാഡിലാണ്. ഞാൻ വാങ്ങിയത് ജനലിൽ ഫിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ക്രാഡിലായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് 3 months എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും അതിനുശേഷം ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോഴായാൽ അത് നമുക്ക് ഈസിലി നമുക്കത് ഇൻസ്റ്റലേഷൻ ഈസിയാണ്. അവിടെ നിന്ന് അഴിച്ചു മാറ്റുക, ഇവിടെ വന്ന് ജനലിലിടുക, അത്രയേ ഉള്ളൂ പരിപാടി. കുഞ്ഞുങ്ങളായാലും നല്ല കംഫർട്ടബിളായിരുന്നു അതിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ബേബി ഡിറ്റർജൻ്റ് ആണ്, ലിക്വിഡ് ഡിറ്റർജൻറ്റ്. സോ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഏത് ഡ്രസ്സ് വാങ്ങിയാലും അത് കഴുകിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അതിന് ബേബീസിൻ്റെ തന്നെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് വാങ്ങി യൂസ് ചെയ്യുക. ബേബിയുടെ തുണിയുടെ ഒപ്പം വേറെ വലിയവരുടെ തുണി, മുതിർന്നവരുടെ തുണിയൊന്നും ഇടാതിരിക്കുക. അവരുടെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് അവരുടെ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്ത് തന്നെ അത് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണുക. താങ്ക് യു.